ടൗൺഷിപ്പിന്റെ പുരോഗതിക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്? ഇപ്പം മഴക്കാലമായി, അതുപോലെ തന്നെ 40 വീടുകളൊന്നും പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല. എന്താണ് സ്റ്റെപ്പായിട്ട് നോക്കുന്നത്? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം നമ്മുടെ വയനാട് ജില്ലയുടെ ചുമതലയുള്ള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ സിദ്ദീഖ് 2 ദിവസം മുമ്പ്, അതുപോലെ തന്നെ LSGD മിനിസ്റ്റർ ഷാജിയും പങ്കെടുത്ത ജില്ലാതല യോഗം നടന്നു. എനിക്കന്ന് ഡിസാസ്റ്റർ മീറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു യോഗം തിരുവനന്തപുരത്തുള്ളതുകൊണ്ടാണ് എത്താൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് ഇന്നേക്കൊരു വിസിറ്റ് വെച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മുൻവിധി മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ, അത് വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് അവർക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ അജണ്ട. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കഴിഞ്ഞ യോഗത്തിൽ മന്ത്രിമാർ സിദ്ദീഖ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. 2 വർഷമായിട്ടും ഊരാളുകളെ സംബന്ധിച്ചുള്ള പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 178 വീടുകളുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെങ്കിൽ ആ വീടുകളിലേക്ക്, എല്ലാ വീടുകളിലേക്കൊന്നും ആളുകൾ താമസം എത്തിയില്ല. ഇനി മറ്റേതെങ്കിലും ഏജൻസി പരിഗണിക്കുകയോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഇതിനുശേഷം ഞാൻ നിരന്തരമായി വയനാടുമായി ബന്ധപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷെ മന്ത്രി എന്നുള്ള നിലയിൽ എന്റെ ആദ്യത്തെ വരവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ആൻസർ ചെയ്യാൻ ഇപ്പോൾ തയ്യാറാവുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല. എത്രയും പെട്ടെന്ന് അത് ജനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് എത്തിക്കുക. വീടാണെങ്കിൽ വീട്, മറ്റു സഹായമാണെങ്കിൽ സഹായങ്ങൾ ഒരു തടസ്സവുമില്ലാതെ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകും.